സാഹിത്യവാണി വായന നിറയട്ടെ വാനോളം. വിദ്യാരംഗം മലയാളം ഓൺലൈൻ റേഡിയോ. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. 1976 അമേരിക്കൻ സംഗീതജ്ഞനായ ജോയൽ കോയനാണ് ആദ്യമായി സംഗീത ദിനം എന്ന ആശയം കൊണ്ടുവന്നത്. ഈ ദിനത്തിൽ എവിടെയും ആർക്കും ആടിപ്പാടാമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ജോയൽ കോയന്റെ ഈ ആശയം അമേരിക്കയിൽ യാഥാർത്ഥ്യമായില്ല. എന്നാൽ 6 വർഷങ്ങൾക്കു ശേഷം ഫ്രാൻസിൽ ഈ ആശയം നടപ്പാക്കി. ഫ്രഞ്ച് മന്ത്രാലയത്തിലെ സാംസ്കാരിക മന്ത്രിയായിരുന്ന ജാക്ക് ലാങ് ആണ് ജൂൺ 21 സംഗീത ദിനമായി നിർദ്ദേശിച്ചത്. 1982 ഫ്രാൻസ് ആണ് ഈ ദിനം സംഗീത ദിനമായി ഏറ്റെടുത്തത്. പ്രിയ ശ്രോതാക്കളെ, സംഗീത ദിനത്തിൽ സാഹിത്യവാണിയിൽ ആദ്യ ഗാനവുമായി എത്തുന്നു നമ്മുടെ സ്കൂളിലെ ബഹുമാനപ്പെട്ട HM രമ്യ ടീച്ചർ. നമുക്ക് ടീച്ചറുടെ ഗാനം കേൾക്കാം. മഴക്കോളു കണ്ടാൽ മതിക്കും നാട്ടിൽ തിടത്തോട് പോലും മാറ് കിളിപ്പാട്ട് കേനായി തുളിക്കുമി നാട്ടിൽ കരിക്കാടി പോലും പാല് തനിക്കങ്കം കൊണ്ടേ പോരുന്നു ഞാൻ. മൂർത്തി സംവിധാനം ചെയ്ത DK ഹരിനാരായണൻ രചിച്ച തുടരും എന്ന മലയാള ചലച്ചിത്രത്തിലെ ഗാനവുമായി എത്തുന്നു 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ആവണി അനൂപ്. ചെമ്പഴുക്ക തൊട്ടെടുത്ത് അമ്പലം കൂട്ടുന്നതാര്? ചെമ്പരത്തി കമ്പുകൊണ്ട് അമ്പുകുലക്കണതാര്? അങ്ങു തൊട്ടേ ഇങ്ങു തൊട്ടേ അക്കുത്തിക്കുത്തൊടുവാന തൂവെളിച്ചം ചാരി വീണ് മാമല ഞാനൊന്നു കണ്ടേ. ചെന്തമിഴിൻ തേൻ കുടഞ്ഞേ പൂങ്കുയിൽ പാടുന്ന കേട്ടേ. എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ് എൻ്റെ കിനാവാണ് എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. ലളിതഗാനവുമായി എത്തുന്നു 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രേയ. ശ്രേയയുടെ ഗാനം കേൾക്കാം സാഹിത്യവാണിയിൽ അടുത്തതായി. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. മതിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്. മതിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത് താരക സുന്ദരി നിന്നു. റഫീഖ് അഹമ്മദ് രചിച്ച് ദീപക് ദേവ് സംവിധാനം ചെയ്ത ബിഗ് ബ്രദർ എന്ന സിനിമയിലെ ഗാനവുമായി എത്തുന്നു 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവനന്ദ. ചുണ്ടിൽ തത്തും കവിതകൾ എന്നിലാവേ നിന്നിഴലിളകും എൻ കൺപീലിയിൽ നിൻ കനവുകളോ മിഴിനീരോ ഇന്നണയുകയായി എന്നിൽ കണ്ടോ കണ്ടോ. കുളിരും പൂക്കളും വിതറുകയോ മെല്ലെ വന്നൻ കുടിലിലെ പുതുവിരിയിൽ എന്നഴകോ മനസ്സോ കണ്ണാടിയിൽ കണ്ടോ 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 കണ്ടോ. നീയൊരു മായാവിയായി കൺമറയും മുൻപേ എന്നെ കണ്ടോ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച് ജെയ്ക്കീസ് ബിജോയ് സംഗീത സംവിധാനം ചെയ്ത നജിവേട്ട എന്ന സിനിമയിലെ ഗാനമാണ് സാഹിത്യവാണിയിൽ ഇനി.
ആലപിക്കുന്നത് 5ാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീക്ഷിത വി സന്ദീപ്. ഈറൻമുടി കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നിന്നിളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂംതിരകൾ. നാമല്ലോ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ. പാരിതിൽ നാം പോയിടാം വെണ്ണതി പോലൊഴുകിടാം. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ എത്തിത്തൊടാൻ എത്തുകില്ല മരിവിലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ എത്തിത്തൊഴാ എത്തുകില്ല മരിവിലാണു നീ. പ്രസീത ടീച്ചറുടെ ഗാനം കേൾക്കാം സാഹിത്യവാണിയിലൂടെ. മഴനീർക്കണമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലതങ്ങൾ പോലെ. മഴനീർക്കണമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലതങ്ങൾ പോലെ. മൗനങ്ങളാകും വാൽമീകമെങ്ങും വളരുന്നു പടരുന്നു തകരുന്നു ഞൊടിയിണയ്ക്കകമെന്നെന്നും മൈനാകം. കടലിൽ നിന്നുയരുന്നു ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നു. സാഹിത്യവാണിയിൽ ഇനിയൊരു കവിത കേട്ടാലോ? സുഗതകുമാരിയുടെ ഒരു പാട്ടു പിന്നെയും എന്ന കവിതയുമായി എത്തുന്നു 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ധിനു കണ്ണൻ. നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിനു കിളികളില്ല. പതിവ് പോൽ കൊത്തിപ്പിരിഞ്ഞു പോയി മെയ് ചൂടിലടവെച്ചുണർത്തിയ കൊച്ചുമക്കൾ. ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞു കൊണ്ടൊരു കൊച്ചുരാപ്പൂവുണർന്ന നേരം ഒരു പാട്ടുകൂടി പതുക്കെ മുളുന്നിത ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. അടുത്തതായി ഒരു ഭക്തിഗാനവുമായി എത്തുന്നു 8ാം ക്ലാസ് വിദ്യാർത്ഥിനി അവന്തിക. മൂകാംബികേ മൂകാംബികേ ഭൂലോകത്തിൻ നാഥേ, മൂകൻ പോലും വാചാലനായി മാറിയണമേ മാതേ. മൂകാംബികേ മൂകാംബികേ ഭൂലോകത്തിൻ നാഥേ, മൂകൻ പോലും വാചാലനായി മാറിയണമേ മാതേ. സഹ്യന്റെ താഴ്വാരത്തിൽ വളരുന്ന സരസ്വതി നീ, സംഗീത സാഹിത്യങ്ങൾ കാതാരമോനീശ്വരി നീ. സങ്കടം ദൂരെയകറ്റുമേ എന്റെ കണ്ണീരിലമ്മേ. മൂകാംബികേ മൂകാംബികേ ഭൂലോകത്തിൻ നാഥേ, മൂകൻ പോലും വാചാലനായി മാറിയണമേ മാതേ. മൂകാംബികേ മൂകാംബികേ ഭൂലോകത്തിൻ നാഥേ, മൂകൻ പോലും വാചാലനായി മാറിയണമേ മാതേ. ലളിതഗാന മാധുര്യവുമായി എത്തുന്നു 5ാം ക്ലാസ് വിദ്യാർത്ഥി അൻവിത് സുജിത്ത്. ഇളയുടെ പുളിനങ്ങൾ നീല നിലാമഴ നനയും ചന്തങ്ങൾ കണ്ടു. നിളയുടെ പുളിനങ്ങൾ നീല നിലാമഴ നനയും ചന്തങ്ങൾ കണ്ടു. പ്രകൃതി രചിത്ത
രചിച്ചതാം കവിതകൾ പോലെ നിശയുടെ സൗന്ദര്യം കണ്ടു. വെറുതെ നിൻ മുഖം മോർത്തു നിന്നു. നിളയുടെ പുളിനങ്ങൾ നീല നിലാമഴ നനയും. നരിവേട്ട എന്ന സിനിമയിലെ ഗാനവുമായി എത്തുന്നു 7ാം ക്ലാസ് വിദ്യാർത്ഥിനി അൻവിക. കണ്ണോടെ കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തലങ്ങളെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ, എത്തിത്തോടാൻ എത്തുകില്ല മരിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ, എത്തിത്തോടാൻ എത്തുകില്ല മരിവില്ലാണു നീ. പ്രഭിജ ടീച്ചറുടെ ഗാനത്തോടെ ഇന്നത്തെ സാഹിത്യവാണിയുടെ സംഗീതലയം അവസാനിക്കുകയാണ്. ഗാനം കേൾക്കാം. രചിച്ച പ്രിയ ശ്രോതാക്കൾക്ക് നന്ദി. ആശയം ആവിഷ്കാരം നിർവഹണം വിദ്യാരംഗ കലാസാഹിത്യവേദി മലയാള വിഭാഗം. അടുത്ത പ്രക്ഷേപണം ജൂലൈ 5 ബഷീർ ദിനത്തിൽ. കേൾക്കണേ, കൂട്ടുകൂടണേ.